Hi, hello and welcome back to my channel. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നത് എൻ്റെ ഉപ്പച്ചിയാണ്. ഞങ്ങളിത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അമ്പഴങ്ങയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള അമ്പഴങ്ങയാണ്. നല്ല ഫ്രഷ് അമ്പഴങ്ങയാണ്. ഏകദേശം ഒരു മൂപ്പെത്രയും മുന്നേ ഞങ്ങളിത് പൊട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ അമ്പഴങ്ങേനെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. നടുവ് കട്ട് ചെയ്തിട്ട് അതിനുശേഷം അതിനെ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ഈ അമ്പഴങ്ങയെല്ലാം ഈ രീതിയിൽ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഭയങ്കര പുളിപ്പുള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. അച്ചാറിടുകയാണെങ്കിലും ഉപ്പിലിടുകയാണെങ്കിലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ അമ്പഴങ്ങയല്ല, നിങ്ങൾക്ക് മാങ്ങയാണെങ്കിലും വേറെ എന്ത് അച്ചാറിടുകയാണെങ്കിലും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനും അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളിതാ ഫുൾ അമ്പഴങ്ങ നന്നായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. അതിനായിട്ട് നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത്. ഇത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേസ്റ്റ് ആവണ്ട, വെള്ളം ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടണം കേട്ടോ. അത് കഴിയാതെയും ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കരിയാൻ പാടില്ല. കരിയാതിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിനെ. കാരണം അത് കരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അച്ചാറിൻ്റെ ഫുൾ ടേസ്റ്റ് മാറിപ്പോവും എന്നുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ അച്ചാർ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ ഒരു കൂട്ടെല്ലാം സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒരു ഡ്രൈ ആവുന്നത് വരെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സുർക്കയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സുർക്ക അല്ലെങ്കിൽ വിനാഗിരി എന്നൊക്കെ പറയും. അപ്പോൾ ഈ സുർക്കയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കായംപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള അമ്പഴങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തുനിന്നും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മറിച്ചെടുക്കണം. അമ്പഴങ്ങയിൽ എല്ലാത്തിലും ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതങ്ങനെ തന്നെ നല്ലോണം സെറ്റ് ചെയ്ത് വെക്കണം കുറച്ച് നേരം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു കുപ്പിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ കേടുകൂടാതെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് അത് കൂടാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു അച്ചാർ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. എന്നിട്ട് നോക്കണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിക്കുക.